പ്രവേഴ്സ് അക്കാദമി PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതിൻ്റെ ക്ലാസ് പറഞ്ഞതിൻ്റെ മഞ്ജു വംശത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ചൈന 1644 മുതൽ, അതായത് തൊട്ട് മുമ്പത്തെ മിങ് രാജവംശത്തെ കീഴടക്കിക്കൊണ്ട് ചൈനയിൽ ഭരണം സ്ഥാപിച്ച വംശമാണ് ഏത് മഞ്ജു രാജവംശമെന്നും അതിൻ്റെ സ്ഥാപകരും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഇനി മഞ്ജു വംശത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഇന്ന് പറയുന്നത്, ഭരണപരമായ കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് പോയിന്റ്, ഇതിൽ ആബ്സല്യൂട്ട് ഇമ്പീരിയൽ മൊണാർക്കിയായിരുന്നു ഏതാ കൃത്യമായ രാജവാഴ്ച എന്നാണ് പറയുന്നത്. ആബ്സല്യൂട്ട് ഇമ്പീരിയൽ മൊണാർക്കിയായിരുന്നു മഞ്ജു ഭരണത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, രാജാവ് തന്നെയായിരുന്നു ഭരണത്തിൻ്റെ എല്ലാം പ്രധാനി. അതായത് അഡ്മിനിസ്ട്രേഷനും ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും എല്ലാത്തിനും പ്രധാനി ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു പ്രധാനി എന്ന് പറയുക. തേർഡ് പറയുന്നു, ഭരണസൗകര്യത്തിനായിട്ട് എല്ലാ പ്രവിശ്യകളിലും സൈനിക അക്കാദമികൾ, മിലിറ്ററി അക്കാദമികൾ സ്ഥാപിക്കുകയുണ്ടായി ആര്? മഞ്ജു രാജാക്കന്മാർ. ഫോർത്ത് പോയിന്റ്, മഞ്ജു രാജാക്കന്മാർ ആ രാജവംശത്തിൻ്റെ ഭരണത്തിന് കീഴിൽ അവർ കൊടുത്തിരുന്ന മതവിശ്വാസമാണ് ഷാമാനിസം എന്ന് പറയുന്നത്. ഇതിന് പേഴ്സണൽ കോഡിൻ്റെ ഭാഗമായി നമുക്ക് കൽപ്പിക്കാൻ പറ്റും. ഫീമെയിൽ ഷമാനെയും ഷമാൻക എന്നാണ് പറയുന്നത്. അപ്പോൾ മെയിൽ ഷമാനും ഫീമെയിൽ ഷമാനും രണ്ട് ലിംഗം കാണുന്നുണ്ട്. അവരുടെ എല്ലാ ദുഃഖങ്ങളുടെയും എല്ലാം എന്താണ് പരിഹാരം കാണുന്ന വിശ്വാസം, മതവിശ്വാസത്തെയാണ് ഷാമാനിസം കൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ ജുഡീഷ്യൽ സംവിധാനം നവീകരിച്ചു മഞ്ജു രാജാക്കന്മാർ. കൂടാതെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും പ്രത്യേകിച്ചും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്ന് മഞ്ജു രാജാക്കന്മാർ ചൈനയിൽ. കൂടാതെ തന്നെ അതിൻ്റെ പ്രബലനായ ചക്രവർത്തി കാങ്സി ആയിരുന്നു മഞ്ജുവിനെ പ്രബലനായ ചക്രവർത്തി. ദുർബലനായ ചക്രവർത്തി പറയുന്നത് ഷിയാൻ ഫെങ്ങും. അതുപോലെ അവസാനത്തെ മഞ്ജു ചക്രവർത്തി ആണെന്ന് വെച്ചാൽ അത് പുയി ആണ്. ഇദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിലാണ് പുയി അധികാരത്തിൽ വന്നത്. ഈ പുയിയുടെ സമയത്ത്, അതായത് അവസാന മഞ്ജു ചക്രവർത്തിയ പുയിയുടെ സമയത്താണ് സന്യാസ തലത്തിൽ റിപ്പബ്ലിക്കൻ റവല്യൂഷൻ ഉണ്ടാവുകയും അങ്ങനെ ചൈന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ ഇതാണ് മഞ്ജു രാജവംശം ഭരണകാലയളവ് 1944 1912 കാലഘട്ടം, അതായത് ചൈന റിപ്പബ്ലിക് വന്ന കാലഘട്ടം. മഞ്ജു രാജവംശത്തിൻ്റെ കാര്യമില്ല. ഇതാണ് മിങ്, തൊട്ട് മുമ്പത്തെ മിങ് വംശത്തെ തകർത്താണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ് ചൈനയിലെ മഞ്ജുക്കൾ അധികാരത്തിൽ വരുന്നത്. ആ രാജവംശ സ്ഥാപനം പറയുന്നു നൂറ് ഹാൻസി ആയിരുന്നു രാജവംശ സ്ഥാപകനെന്നും മറ്റുമൊക്കെ ഇന്നലെ പറഞ്ഞു. ഷുവാൻസി ആയിരുന്നു ആദ്യ ഭരണകർത്താവെന്ന് പറഞ്ഞിരുന്നു. തുടർന്ന് അതായത് പിന്നെ പറയുമ്പോൾ അതിനുശേഷം ഈ രാജവംശത്തിന്റെ പ്രത്യേകതയിൽ ഫസ്റ്റ് വൺ ആബ്സല്യൂട്ട് ഇമ്പീരിയൽ മൊണാർക്കി, രാജാവിൻ്റെ കൃത്യമായ രാജവാഴ്ചയായിരുന്നു അവർ കീപ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു പേര് ക്വിങ് വംശം അത് പറയുന്നു. രാജാവ് എല്ലാ ഭരണത്തിൻ്റെയും പ്രധാനിയായിരുന്നു. അതായത് ജുഡീഷ്യൽ സിസ്റ്റവും മിലിറ്ററി സിസ്റ്റവും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാം പ്രധാനി അവസാനമാക്കാനായിരുന്നു രാജാവിനായിരുന്നു. തേർഡ്, ഭരണസംഘത്തിനായിട്ട് എല്ലാ പ്രവിശ്യകളിലും മിലിറ്ററി അംഗങ്ങൾ സ്ഥാപിച്ചു. ഫോർത്ത്, മതവിശ്വാസം അത് ഷമാനിസമാണ്. അത് മെയിൽ ഷമാനുണ്ട്, ഫീമെയിൽ ഷമാൻക എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സംവിധാനം നവീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി, പ്രത്യേകിച്ചും പാശ്ചാത്യ വിദ്യാഭ്യാസം നടപ്പിലാക്കുകയുണ്ടായി. പ്രബലനായ ചക്രവർത്തി എന്ന് വെച്ചാൽ അത് കാങ്സി, പിന്നെ ദുർബലനായ ചക്രവർത്തി വെച്ചാൽ ഷിയാൻ ഫെങ്ങം. അവസാനത്തെ മഞ്ജു ചക്രവർത്തിയാണ് പുയി എന്ന് പറയുന്നത്. ഈ പുയിയുടെ സമയത്തും സന്യാസത്തിൽ അതായത് ഇപ്പോൾ നടക്കുകയും ചൈനയിൽ നേടുകയും ചെയ്യുക. തുടർന്ന് ഇനി മഞ്ജു ഭരണകാലത്ത് തന്നെ യൂറോപ്യൻ അധിനിവേശം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇംഗ്ലണ്ടുമായുള്ള യുദ്ധങ്ങൾ, കറുപ്പ് യുദ്ധം, അതുപോലെ തൈപ്പിംഗ് റെബല്യൻ, ബോക്സർ റെബല്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വരും ക്ലാസ്സുകൾ ചെയ്യാം, വിശദമായി ചർച്ച ചെയ്യാം. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.